നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണാം. കാരണം അമ്മയും അച്ഛനും അനുജത്തിയും നഷ്ടപ്പെട്ടു. വിവാഹം നേരത്തെ നിശ്ചയിച്ചതാണ്. പക്ഷേ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ശ്രുതിയെ ചേർത്ത് പിടിച്ച് ജെൻസൺ എപ്പോഴും കൂടെ നിൽക്കും. അന്ന് ജെൻസൺ പറഞ്ഞൊരു വാചകമുണ്ട്. അതാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വാർത്ത വായിക്കുമ്പോൾ എൻ്റെ പോലും ഉള്ളുലയ്ക്കുന്നത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവൾക്കിനി ആരുണ്ട് എന്ന ഒരു ചോദ്യത്തോടു കൂടിയാണ് ആ റിപ്പോർട്ട് നൗഫൽ അന്ന് അവസാനിപ്പിച്ചത്. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും നഷ്ടമായ, അഥവാ കുഞ്ഞനുജത്തിയെയും നഷ്ടമായ ശ്രുതി എന്ന ഒരു പെൺകുട്ടി ദുരിതാശ്വാസ ക്യാമ്പിൽ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു. യഥാർത്ഥത്തിൽ അവരെയൊക്കെ ഒരു പ്രണയം, ജെൻസൺ എന്നു പേരായ ഒരു ചെറുപ്പക്കാരൻ്റെ പ്രണയം, അതാണ് അതുല്യമായ ഒരു പ്രണയം എന്ന് തന്നെ പറയാം. അനശ്വര പ്രേമത്തിൻ്റെ ഒരു അതുല്യമായ പ്രേമമായിരുന്നു യഥാർത്ഥത്തിൽ ജെൻസനും ഈ ശ്രുതിയും തമ്മിലുണ്ടായിരുന്നത് എന്ന് പറയണം. അപ്പോൾ ഇവർ കുടുംബാംഗങ്ങളെ മുഴുവനും നഷ്ടമായപ്പോൾ ആ പ്രതിശ്രുത വരനായ ജെൻസൺ പറഞ്ഞ വാക്കാണ് ഇന്ന് വൈറലാകുന്നത്. ആലോചിച്ച് നോക്കി, എന്താ അന്ന് പറഞ്ഞത്? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താണ് ശ്രുതിയുടെ അവസ്ഥ? ഇത് പറയുന്ന ഒരു 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 ഭർത്താവ് എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം സ്നേഹനിധിയാണ്, തൻ്റെ ഇണയോട് എന്തുമാത്രം പൊരുത്തമുള്ള, അതിനെ ചേർത്ത് പിടിച്ച് തൻ്റെ അമ്മയുടെ നഷ്ടവും അച്ഛൻ്റെ നഷ്ടവും തൻ്റെ സഹോദരിയുടെ നഷ്ടവും ഒന്നും തന്നെ അറിയിക്കാതെ ആ ക്ഷമയുടെ പര്യായമായിട്ട്, ആശ്വാസത്തിൻ്റെ ഒരു അത്താണിയായിട്ട് സ്വാഭാവികമായിട്ടും ആ ജെൻസൺ കൊണ്ടു നടക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതീവ ദുഃഖകരമായ ഒരു സംഭവം നമ്മെ തേടിയെത്തിയിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജെൻസണും കുടുംബാംഗങ്ങളും ശ്രുതി ഉൾപ്പെടെ ഇന്നലെ യഥാർത്ഥത്തിൽ കോഴിക്കോട്ടേക്ക് ഒരു കുടുംബാംഗത്തെ സന്ദർശിക്കാൻ വേണ്ടി അവരൊരു മാരുതി വാനിലും മറ്റും പോയതായിരുന്നു. ഈ വൈകുന്നേരത്തോടു കൂടെയാണ് എതിരെ വന്ന ഒരു ബസ്സുമായി കൂട്ടിയിടിച്ച് അവരുടെ വാൻ തകരുകയായിരുന്നു. അതിലുണ്ടായിരുന്ന എല്ലാവരെയും പുറത്തേക്ക് വാൻ പൊളിച്ചതിന് ശേഷമാണ് പുറത്തെടുത്തത്. അതോടൊപ്പം തന്നെ ജെൻസന്റെ നിലവ ഗുരുതരമായിട്ട് തുടരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല, ശ്രുതിക്ക് വലിയ പരിക്കൊന്നുമില്ല, കാലിന് മാത്രമാണ് പരിക്കുള്ളത്. ജെൻസന്റെ പരിക്ക് ഗുരുതരമാണെന്നും അത് തലക്കാണെന്നും ആദ്യം കൽപ്പറ്റയിലെ സ്വകാര്യ ആസ്പത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചതെങ്കിലും അപകടത്തിൻ്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് ഇപ്പോൾ മേപ്പാടി മെഡിക്കൽ കോളേജിലാണ് ജെൻസന്റെ ICUവിൽ കഴിയുകയാണ്. സർവശക്തനായ ദൈവം തമ്പുരാൻ അള്ളാഹു, എല്ലാത്തിനും കഴിവുള്ള ആ റബ്ബ് ആ ജെൻസന്റെ ആരോഗ്യം തിരിച്ചു കൊടുക്കുകയും ജീവനെ കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹുവെ നീ ആ ശ്രുതിയുടെ കണ്ണീര് ഇനിയും കാണാതിരിക്കണേ. കണ്ണീര് തോരാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ഈ ശ്രുതി. അത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, അവളെ ആ ഒറ്റപ്പെട്ട് അഥവാ പൂർണ്ണമായ ഭാഷയിൽ അനാഥയായിട്ട് പോലും എൻ്റെ ശ്രുതിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്ന് പറയുന്ന ഒരു ജെൻസൺ എന്ന് പറയുന്ന ഭർത്താവായിട്ടില്ല, കല്യാണം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ. നോക്കണം, അപ്പം അത്രമാത്രം ചേർത്തു പിടിച്ച ആ ചെറുപ്പക്കാരനാണ് ഇപ്പോൾ വലിയ ദുരന്തത്തിന് വിധേയമായിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹുവെ മനസ്സുകൊണ്ട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള, ഇനി അത് ജീവിതത്തിലും ഇണങ്ങിച്ചേരേണ്ട, രണ്ടുപേർക്കും പരസ്പരം തുണകളാവേണ്ട, ഇണകളാവേണ്ട, സഹായികളാവേണ്ട, അത്താണിയാവേണ്ട, അവർക്കിടയിൽ നീ ഒരു വേർപെടുത്തൽ ഉണ്ടാവല്ലേ അള്ളാഹുവെ, അവർക്കിടയിൽ നീ വേദന ഉണ്ടാക്കല്ലേ. അതുകൊണ്ട് സർവശക്തനായ അള്ളാഹുവെ, സർവശക്തനായ ഏകാധിപന എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവെ, നീ ആ പെൺകുട്ടിക്ക് നീ അനാഥത്വം നൽകല്ലേ അള്ളാഹുവെ. അതുകൊണ്ട് ആ ജെൻസന് നീ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണമേ അള്ളാഹുവെ. അവിടെ സന്തോഷകരമായ മംഗളം നടന്നു കാണുക എന്നത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്കൊന്നും നേരിട്ട് അതിൽ പോയി പങ്കാളികളാവാൻ കഴിഞ്ഞില്ലെങ്കിലും അള്ളാഹുവെ, ആ മംഗളകരമായ കർമ്മത്തിന് സാക്ഷികളാകുന്നതിനുള്ള ഒരു വിധി ഞങ്ങൾക്ക് നീ നൽകണമേ. അവരെ വേർപിരിക്കരുതേ അള്ളാഹുവെ. അവൻ്റെ ആ ജെൻസന്റെ അപകടം എത്രയും പെട്ടെന്ന് തരണം ചെയ്യിപ്പിക്കണേ. മാത്രമല്ല, ഇപ്പോൾ ഒരു വേദനാജനകമായ ഒരു വാർത്ത കേൾക്കുന്നു. പക്ഷേ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ, ഈ ജെൻസന്റെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്ന ഒരു വേദനാജനകമായ വാർത്ത കേൾക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവെ, നീ എത്രയും പെട്ടെന്ന് ആ ജെൻസന് ആ രോഗത്തിൽ നിന്ന് നീ മോചനം നൽകി സഹായിക്കണമേ
പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന വിഫലമാക്കല്ലേ. ഞങ്ങൾക്ക് മുമ്പിൽ ഒരു വളരെ ദുഃഖകരമായ ഓരോ വാർത്തകളും, അഥവാ വയനാടിൻ്റെ ദുഃഖത്തോടൊന്ന് മുമ്പ് തന്നെ നമുക്കുണ്ടായിരുന്ന ഒരു ദുഃഖമായിരുന്നു നമ്മുടെ സഹോദരനായ അർജുനൻ്റെ ഒരു വേർപാട്. അങ്ങനെ ഈ തരത്തിലുള്ള ദുഃഖങ്ങൾ ഇനി ഞങ്ങൾക്ക് താങ്ങാൻ കരുത്തില്ല പടച്ചവനെ. അള്ളാഹുവെ, അതുകൊണ്ട് ഇനിയും ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തി പരീക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് റബ്ബന ആതിനാ ഫിദ്ദുന്യാ ഹസന, അള്ളാഹുവെ അള്ളാഹുമല തറുദന്ന ഹായിബീൻ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ തട്ടിക്കളയരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജൻസൻ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.